മുണ്ടത്തിക്കോടിനെ നൊമ്പരം ബാക്കിയാക്കി സതീശൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ 90% പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ലൈസൻസി മുണ്ടത്തിക്കോട് പന്തലാം കാട്ടുവീട്ടിൽ PM സതീഷ് വെള്ളിയാഴ്ചയാണ് മരിച്ചത്. വെള്ളിയാഴ്ച തന്നെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയ സതീശന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകൾ സതീശന് അന്തിമാചാരമർപ്പിക്കാനായി എത്തിയിരുന്നു. പരമ്പരാഗതമായി കൈമാറി കിട്ടിയ അറിവും മികവുമാണ് 2011 മുതൽ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കരാറുകാരനായി തുടരാൻ സതീശന് വഴിയൊരുക്കിയത്. ഓരോ വർഷവും പുത്തനിനങ്ങൾ വാനിലുയർത്തി ആസ്വാദകരെ ആരവത്തിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഇക്കുറിയും വെടിക്കെട്ടിന്റെ രഹസ്യങ്ങൾ പുറത്തുവിടാതെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് പുരയിൽ പടക്ക നിർമ്മാണം നടക്കുന്നതിനിടെയാണ് സതീശന് പൊള്ളലേറ്റത്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ആരോഗ്യകരമായ മത്സരമാണ് വെടിക്കെട്ടിൽ നടക്കുന്നതെങ്കിലും അതിൽ സൗഹൃദത്തിന്റെ ഭാവം നൽകിയത് സതീശനായിരുന്നു. ഈ തവണത്തെ പൂരത്തോടുകൂടി വെടിക്കെട്ട് പണിയിൽ നിന്ന് വിരമിക്കുകയാണെന്ന് സതീശൻ പറഞ്ഞിരുന്നു. അറം പറ്റിയ സതീശന്റെ വാക്കുകൾ ഇപ്പോഴും ഓർത്തെടുക്കുകയാണ് സഹപ്രവർത്തകരും മുണ്ടത്തിക്കോടുകാരും. 90%-ലേറെ പൊള്ളലേറ്റ സതീശ് മുണ്ടത്തിക്കോട് മണിയുടെ മകനാണ്. അച്ഛന്റെ മരണശേഷമാണ് വെടിക്കെട്ടിന്റെ ചുമതല ഏറ്റെടുത്തത്. ഉത്രാളിക്കാവ്, കുറ്റിയങ്കാവ് തുടങ്ങിയ പൂരങ്ങളുടെ വെടിക്കെട്ടുകൾ ചെയ്ത് കൈവഴക്കം വന്ന കലാകാരനെയാണ് കേരളത്തിന് നഷ്ടമായത്. മുണ്ടത്തിക്കോട് DVLP സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം സതീശന്റെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. മന്ത്രി K. രാജൻ, സേവ്യർ ചിറ്റിലപ്പിള്ളി MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് PN വൈശാഖ്, നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുല്ലിരുട്ടാ. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.